പ്രീതേ, നമ്മുടെ ഈ പാക്കേജ് സംഭവത്തിൻ്റെ സർവീസേ അത് എല്ലാവർക്കും ആവശ്യമുള്ളതാണോ? എല്ലാവർക്കും ആവശ്യമുള്ളതാണോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അതായത് ഇപ്പോൾ ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ, ഒരു നമ്മുടെ പേഴ്സണൽ തിങ്സ് 2 ബോക്സൊക്കെ ഉള്ളൂ എന്ന് വെച്ചോ. അത് നമുക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ട സമയങ്ങളിൽ പാക്കേജ് സംഭവത്തിൻ്റെ സർവീസ് ആവശ്യമില്ല. ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ട സമയത്ത് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട്. 2 കട്ടില്, 2 അലമാര, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, ഇങ്ങനെ കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചോ. ഈ ഒരു സന്ദർഭത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് മൂവ് ചെയ്യണ സമയത്ത് ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ വന്ന് ചെയ്തു തരാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടി ഹയർ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ വന്നിരിക്കുന്ന രാവിലെ സമയത്ത് നമ്മളിതിന് വേണ്ടി പോകണം. അതെന്താ വേണ്ടേ, ബോക്സ് നമ്മുടെ കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് പാക്ക് ചെയ്യാൻ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ രാവിലെ നമ്മളിതിന് പുറകെ എൻഗേജ്ഡ് ആയിരിക്കും. രാവിലെ ഇതിന് വേണ്ടി ഇറങ്ങണം, ബോക്സ് കണ്ടുപിടിച്ചിട്ട് വരണം. ഒരു സൗണ്ട് കിട്ടണമെന്നില്ല, കാരണം കാര്യങ്ങളെല്ലാം കിട്ടണമെന്നില്ല. അപ്പം അതിനുവേണ്ടി തപ്പിയെടുക്കണം. പിന്നെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ ഒപ്പം ഒരു എഫേർട്ട് എടുക്കണം. ഇതിനുവേണ്ടി ലീഡ് ചെയ്ത് നിൽക്കണം, എഫേർട്ട് എടുക്കണം. അതിൻ്റെ ഒപ്പം ഈ അലമാരയൊക്കെ ഇറക്കുന്ന സമയത്ത് അതിനുള്ള ഹാർഡ് വർക്ക്, വണ്ടി അറേഞ്ച് ചെയ്യണം. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വർക്കല്ല ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് എടുക്കുന്ന ഹാർഡ് വർക്കിന്റെ പ്രശ്നം പിന്നെ വരുന്ന പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും. പിറ്റേ ദിവസം നടുവേന ഉണ്ടാവും, കുറച്ച് വേനൽ ഉണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ശരിയാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഒരു പണി ചെയ്യുന്നതിനോട്ടല്ല പെട്ടെന്ന് ഒരു പണി ചെയ്യുന്നത്. ഇപ്പൊ IT കമ്പനിയിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിൻ്റെതായ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, ഈ കാര്യം പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരു വേറെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന നമ്മുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ നമ്മുടെ എക്സ്പേർട്സ് ആയിരിക്കില്ല ഈ കാര്യത്തിൽ. നമ്മളോട് ഇഷ്ടം കൊണ്ട് വന്നായിരിക്കും നമ്മളോട് ചെയ്യാൻ. മനസ്സിലായി. അപ്പൊ ആ സമയത്ത് എന്താ പ്രശ്നം, ചിലപ്പോൾ ഒരു TV എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ക്ലാസ് എടുക്കുമ്പോഴോ അവിടെ എവിടെയും തട്ടി ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിയാ. നമുക്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല ഇവരുടെ അടുത്ത്. അതായത് ഫ്രണ്ട്സ് ആണല്ലോ, നമുക്കൊന്നും പറയാം. കാരണം അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണേ, അപ്പൊ ഒന്നും പറയാനും പറ്റില്ല. അപ്പൊ നോർമലി നമ്മള് ചെയ്യുമ്പോഴെല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി അല്ലേ? അല്ല, അതായത് പാക്കേജ് മൂവീസ് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. പാക്കേജ് മൂവീസ് എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 24 അല്ലെങ്കിൽ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസം ഇത് തന്നെ പണി ചെയ്യുന്ന പണി. നമ്മളിപ്പോ ഒരു വേറെ കാര്യം, ഇപ്പൊ ഒരു TV ആൾക്ക് പുള്ളി 24 എല്ലാ ദിവസവും തന്നെ പണിയാണ്ട് പുള്ളിക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം ക്ലിയർ ആയിട്ട് ചെയ്യാം. മനസ്സിലായി. അപ്പൊ അതേപോലെ തന്നെ പാക്കേജ് സമൂഹം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർ എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷെ നമുക്കിത് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ ഈ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തവരും അല്ലെങ്കിൽ സാധനങ്ങൾ കുറച്ച് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തവര്, അത് നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമുക്ക് അതിന് പെട്ടെന്ന് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ നമ്മൾ നേരെ പാക്കേജ് മൂവീസിനെ വിളിക്കുക. അല്ലാണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അങ്ങനെ മൂവ് ചെയ്യാൻ കുഴപ്പമില്ല. അതായിരിക്കും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ്. നമുക്ക് വേണമെങ്കിൽ വണ്ടി മാത്രമായിട്ട് വേണമെങ്കിലും നമ്മുടെ ഇപ്പൊ പാക്കേജ് ആർക്കായാലും വണ്ടി മാത്രമായിട്ട് കൊടുക്കാനുള്ള ഹയർ ചെയ്യാൻ പറ്റും, ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ വണ്ടി മാത്രമായിട്ട് കിട്ടിയിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മെറ്റീരിയൽ പാക്കിംഗ് ബോക്സസ് കിട്ടുന്ന കാര്യമാണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബോക്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. സ്റ്റാഫ് കടയിലൊക്കെ പോയിട്ടായിരിക്കും ബോക്സ് എടുക്കുന്നത്, പക്ഷെ അവിടെ പോയാലും നമുക്ക് വേണ്ട ബോക്സ് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു പ്രശ്നമാണുള്ളത്. മാക്സിമം നമ്മൾ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടൊക്കെ ചെയ്യാം. എങ്ങനെയായാലും അതിനകത്തൊരു എമൗണ്ട് ലാഭമുണ്ട്, പക്ഷെ ഒരു എമൗണ്ട് ലാഭമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു നല്ലൊരു ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഇതിനു വേണ്ടി ഇത്രയും സമയം എഫോർട്ട് മാറ്റി വെക്കുന്നതിലും വലിയ അർത്ഥമില്ല. അതാണ്, അതായത് നമ്മൾക്ക് നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു കോള് മതി. ആ കോളിൽ വന്നിട്ട് പാക്കേജ് മൂവീസിനെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ പെട്ടെന്ന് പോകും. നമുക്കപ്പോൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും, ധൈര്യമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു.